ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അങ്ങനെ ഞാനും മുഫിയും ഇക്കാരും ഡോളും ബോളും ഒക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിക്കാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല നല്ല വൈബാണ് ദുബായ്. പറയണ്ട. ഞാനിവിടെ ആദ്യം ഉണ്ടായിരുന്ന ആളാണ്. ഒരു 20 വർഷം മുൻപ്. അപ്പോൾ എൻ്റെ മകൻ്റെ നിശ്ചയത്തിന് വേണ്ടി ഞങ്ങൾ പോകണം. കണ്ടില്ല, പഴയ ഇതൊന്നും അല്ല. ഇപ്പോൾ ഒരു ദുബായ് ആകെ മാറിയിരിക്കുകയാണ്. അബ്ബാസ ദുബായ് വന്നതിന് ശേഷം മുൻപ് ഒരു 20 കൊല്ലം മുമ്പ് വന്നതാണ്. അതിന്റെ കഥകൾ തള്ളലൊക്കെ കുറെ കേൾക്കും. എന്നിട്ട് ഇങ്ങനെ പറയും അബ്രയ്ക്കൊന്ന് പോട്ടെ, അബ്രയിൽ എന്റെ പഴയ ഫ്രണ്ട്സ് ഉണ്ട്. യൂട്യൂബിൽ പഴയ ആൾക്കാർ കാണുന്ന ആൾക്കാർ എന്നെ അറിയോ? അവിടെ അറിയില്ല, ആരും അറിയില്ല. പഴയ അപ്രയാണ് ഇവിടെ നടക്കും. ഒരു കുഞ്ഞു മനുഷ്യനറിയില്ല. 20 കൊല്ലത്തുമ്പോ UAE അല്ല, UAE ഫുള്ള് പറ്റന മാറി. ഈ ആളിനെ പറ്റി ഒരാളിനും അറിയില്ല. ഇവിടെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തൈരാണ്. തൈര് തന്നെ ഞാൻ കുടിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ലാസ്റ്റ് ടൈം അത്ത വന്നപ്പോ സമയത്ത് അബുദാബിന്ന് വന്നപ്പോ അബ്രയ്ക്ക് കൊണ്ടുപോവാണ് വേണ്ട, അത്താനെ അപ്പുറേക്ക് കൊണ്ടുപോയി. ആ കഥ പറഞ്ഞു കൊടുക്കത്ത. അവിടെ കൊണ്ടുപോയിട്ട് എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എനിക്ക് പരിചയമുള്ളതാണ് പറഞ്ഞിട്ട് നന്നായി തിന്നാൻ വേണ്ടി എല്ലാം റെഡിയായി നിന്നു. അവിടെ പോയി നിന്നിട്ട് ഒരു പരിചയക്കാരില്ല. ലാസ്റ്റ് ഞാൻ പൈസ കൊടുത്ത് അവിടെ ഓടിപ്പെടേണ്ട രക്ഷപ്പെടേണ്ട അവസ്ഥ വന്നു. എന്നെ ഇവിടെ പെടുത്തിയതാ. എന്നിട്ട് അവിടെ മറ്റേ കുബൂസ് അടിച്ചു കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട വന്നു. ലാസ്റ്റ് ഞാൻ അവിടുത്തെ 2 പാത്രങ്ങളെ കഴിയിട്ടാണ് ഞാൻ പുറത്ത് ചാടി വന്നത്. ഇരട്ട തന്നെയാണ്. 5 മിനിറ്റ് മുമ്പ് മൂത്തത് ഞാൻ. നീ 15 മിനിറ്റ് വന്നല്ലേ? ഇവരുടെ ഉമ്മ ഉണ്ടാവില്ലേ, അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഡെലിവറി കഴിഞ്ഞത്. ആ സമയത്ത് അവർക്ക് ട്വിൻസ് ആണെന്ന് അറിയില്ലായിരുന്നു. ഫസ്റ്റ് അബ്ബാസ്ത വന്നിട്ട് പിന്നെയും കുറെ കഴിഞ്ഞപ്പോ എന്തോ പെയിനൊക്കെ ആയിട്ട് പിന്നെയാണ് അത്ത വന്നത്. അത്താന് ശരിക്കും അത്തമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ മോനായിരുന്നു. അയ്യോ. പിന്നെ അബ്ബാസക്ക് നല്ലോണം അറബി സംസാരിക്കാനറിയാം, ഹിന്ദി സംസാരിക്കാനറിയാം. അബ്ബാസ ഹിന്ദിയിൽ പറയൂ, ഹിന്ദിയിലല്ല അറബിയിൽ പറയൂ ഹസി വ്ളോഗ്സ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. حسي بلوج هذا بنت هذا التلفزيون هذا ما في كويس هذا والله ورا مشكلة. هذا بنت هذا هناك ഞാൻ പറഞ്ഞ ചെയ്യണ്ടെന്ന് പറഞ്ഞ അറബിയിൽ. ശരി ആയിക്കോട്ടെ. അത്ത പറ, ഹിന്ദിയിൽ പറ. അത്തന്നെ കമ്പനിയിൽ ഫുള്ള് ഹിന്ദിക്കാരാ തോന്നുന്നു. എന്റെ അടുത്തുണ്ട് കമന്റ് ഇട്ടിട്ട് മലയാളം അല്ല ഹിന്ദിയിൽ വ്ളോഗ് എടുക്കുന്നൊക്കെ പറഞ്ഞു. എനിക്ക് അവിടെ ഹിന്ദി അറിയുന്നത്. ഹിന്ദി നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. മേരെ അല്ല, ഞാൻ ഇന്ന് എന്താ പറയാ ഞാനിന്ന് പറ എന്താണ്? हमारा जाते हैं अब्राय. हम ज्यादा आदमी जा रहे हैं. ഓടാനേ കിട്ടണില്ല രണ്ടാൾക്കും. ബോൾ ഉരുണ്ടുവരുന്ന മാതിരി अब्रा जा रहे हैं. सबसे पूरा आदमी अब्रा जा रहे हैं. हमारा फैमिली पूरा सामने अब्रा जा रहे हैं. थोड़ा वीकेंड में मजा करने के जा रहे हैं. अच्छा है. समझा. हमारे बेटी को हस्बैंड ओवर चला करो. इसके पूरा आदमी अब्रा जा रहा है वीकेंड में. ठीक है. പിന്നെ നമ്മളെ കൂടെ ഫൈസൽഖാന്റെ മുൻപത്തെ വ്ളോഗിൽ അറിയാം. ഷെജർ മാമിന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, ഞാൻ ഡെയിലി ഫോൺ വിളിക്കുന്നുണ്ട്. ഓക്കെ. هذا بنت انا حقي بنت هذا مره كويس. هذا يوتيوبر. هذا 100 അതാണ് 100 ലാസ്റ്റിയാണ്. لا هذا 100 100 لا هذا لا 100 انت എല്ലാരും നോക്കണ്ടോ നമ്മളെ? 100 انت صح ولا انت 100? എന്താ രണ്ടാളും നിക്ക്. രണ്ടാളും പക്ഷെ ഒരേപോലെ ഒന്നും ഇല്ല. ഉമ്മാരാണ് ചെറുതായിട്ടൊക്കെ ഒരേപോലെ ഉള്ളത്. അതെങ്ങനെ? ഇയാള് ഒരുപാട് തടിയുണ്ട്. 160 കിലോ. ഇല്ല ഞാൻ 87. ഞാൻ ആ മൊത്തമുള്ളത് 83. ശരി, നിങ്ങൾക്ക് എന്റെ വ്ളോഗിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമൊന്നും ഇല്ല മോളോ. നല്ല അഭിപ്രായം മാലീഷ്. എന്താ പറഞ്ഞേ? പക്ഷെ എന്റെ മകളുടെ യൂട്യൂബ് ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല അഭിപ്രായം.
അങ്ങനെ നമ്മൾ അബ്ബാസ് ഖാന്റെ അപ്പുറം ഒന്നും അറിയില്ല, റോഡിന്റെ സിഗ്നൽ അറിയുന്നില്ല, ഒക്കെ അവിടെ ഇവിടെയും കിടന്ന് തിരിയുന്നുണ്ട്. എവിടെ പോയി ഒരു പോലീസിന്റെ ചാർജ് കിട്ടുമ്പോ ആ പൈസ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. അബ്ര പറഞ്ഞിട്ട് എവിടെ അബ്ര അങ്ങോട്ടല്ലോ അബ്ര. എന്നിട്ട് പിന്നെ റോഡ് ക്രോസ് ചെയ്ത് പോലീസിന്റെ ചാർജ് വരുമ്പോ നമ്മളെ പിടിക്കും, എന്നെയും എന്റെ മകളിൽ പിടിക്കും. അതാ ഉണ്ടാകാൻ പോണത്. പിന്നെ നമ്മളുടെ മുഫി ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് ബ്ലഷ് ഇട്ടതാണെന്നും. ബ്ലഷ് ഇട്ടതല്ല, നമ്മൾ പിച്ചി കളിച്ചു. മുഫി താഴെ തല്ലാനല്ല താഴ് താഴ് ഞങ്ങള് തല്ലിക്കളിക്കും ചില സമയത്ത്. എന്താണ് എനിക്ക് എത്തായില്ല ഹൈറ്റ് ആയിട്ട്. സ്റ്റിക്ക് എടുത്തില്ല. ഇങ്ങനെ പിടിക്കണം, എന്നാ ഈ പിടിക്കും. റെഡ് കത്തിയിട്ടും റോഡ് ക്രോസ് ചെയ്യുന്ന അബ്ബാസ്. ഫൈൻ ഫൈൻ. അതാ മരുവനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ കണ്ടുപിടിച്ചതായതുകൊണ്ട് എനിക്ക് എത്ര മാർക്ക് തരുന്നു? എനിക്ക് മരുമോനല്ല, എന്റെ സ്വന്തം മോനാണ്. ഞാൻ വേറെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി ഒരു തങ്കപ്പടമായിട്ട് ഒരു മകനെ കിട്ടാൻ ഇനിയില്ല. എന്റെ മോൾക്ക് ഇതുമാതിരി ഒരു ഭാഗ്യം കിട്ടാനില്ല. അൽഹംദുലില്ലാ, അല്ലാഹു സ്തുതി. ഓക്കെ, സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹാപ്പി വെൽഡൺ ബോയ് വെൽഡൺ. അബ്ബാസ് മരുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? നിർത്തിക്കോ മതി. ശരിക്കും പറഞ്ഞു അള്ളാഹു എനിക്ക് തന്ന നല്ല നേമത്താണ്. നല്ലൊരു വ്യക്തിയാണ്, വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും അള്ളാഹു നൽകട്ടെ. എനിക്ക് അതിനുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. നിസ്കാരത്തിൽ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ലൊരു വ്യക്തിയാണ് ഇവര്. മുഫി അയ്യോ, അതെ ഞാൻ നമ്മുടെ പാലക്കാട് ഒരു മര്യാദന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് കേട്ടോ. മോനല്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുമോനല്ല, മോനാ. മോനെ, എന്റെ മോളിനെ പറ്റിയുള്ള അഭിപ്രായം പറ, സത്യസന്ധമായിട്ട് പറ. സത്യം പറയണോ? സത്യം പറഞ്ഞു, അതിൽ നുണയൊന്നും വേണ്ട. പാവണം വെറുതെ ഒരു പഞ്ചിന് ഇന്നോട്ടെ. മൂക്കത്തെ അടയാളം കാണിച്ചു കൊടുക്ക്. ഇവിടെ ഒരു അടയാളുണ്ട്, ഇപ്പുറത്തെ ഒരു അടയാളമുണ്ട്. നീ പിടിച്ചല്ലേ? എന്താണ് ഞങ്ങളെ വീഡിയോ എടുക്കണേ? ഒരു ചായ മേടിച്ചു കൊടുത്തതാണ്, അപ്പോഴേക്കും തള്ളാൻ തുടങ്ങി. ഇവിടെ തൊട്ട് അതുവരെ ഞങ്ങളുടെ അബ്രയായിരുന്നു, അതായിരുന്നു. ഒന്ന് അയ വറക്കട്ടെ കൊണ്ട് ഇവിടെ ഇരുന്നതാണ്. അയ വറന്നെങ്കിൽ നമുക്കൊന്നും നടന്നാലോ? എനിക്കറിയത്തില്ല. എങ്ങനെ പറയണേ? അപ്പൊ ചെറുതില് ഇവര് തമ്മില് ഭയങ്കര കുസൃതി എന്നല്ല, ഭയങ്കര തല്ല് കൊടുക്കാത്തതിന്റെ കേട് എന്നൊക്കെ പറയില്ല. അങ്ങനെയാണ് ഇത് രണ്ടാളും. നാട്ടിലാരും ഞങ്ങളുടെ മുഖം തിരിച്ചറിയില്ല. അപ്പൊ രണ്ടാളും ചെറുതിലും മുഖം തിരിച്ചറിയില്ല. അപ്പം അത്താന്റെ ഉപ്പാടയില്ലേ, ഉപ്പാടുപ്പാക്ക് 10 മക്കളാണ്. ഏറ്റവും ലാസ്റ്റത്തെയാണ് ഇവർ രണ്ടുപേരും. അപ്പൊ മൂത്ത ഇക്കാരൊക്കെ ഭയങ്കര ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഇവര് ചെറുതായപ്പോ സമയത്ത് മൂത്ത ഇക്കാനെ കല്യാണം കഴിച്ചപ്പോ അവർക്കൊരു കുട്ടിയായി, എന്റെ താത്ത. അപ്പോൾ ഉപ്പാടുപ്പാക്ക് ഭയങ്കര അവരോട് സ്നേഹം, പേരക്കുട്ടിയോട് ഭയങ്കര സ്നേഹം. അപ്പൊ ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇവർക്കാണ് ചായയും കടിയും എല്ലാം കൊടുത്തോണ്ടിരുന്നത്. കാരണം ഇവർ ചെറിയ മക്കളല്ലേ, അപ്പോഴല്ലേ പേരക്കുട്ടി ജനിച്ചത്. അപ്പൊ ഇവർക്ക് കിട്ടാണ്ടായി. അപ്പൊ ഇവരുണ്ട് ഒരു ദിവസം. അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? 7 വയസ്സുള്ള ആ ഒരു ടൈമിൽ, ചെറിയ കുട്ടിക്ക് എല്ലാം കൊടുക്കുന്ന ടൈമിൽ ഇവരെന്ത് ചെയ്തു, ആ കുട്ടീനെ എടുത്തിട്ട് മേലത്തെ റൂമില് നെല്ലൊക്കെ ഉണ്ടാവില്ല പണ്ട്, നെല്ലിൽ ഇങ്ങനെ ബക്കറ്റിൽ എന്തോ ഇട്ടിട്ട്, കലവറയിലുണ്ട് മഞ്ചി, എന്താ സംഭവിക്കാറില്ല, മഞ്ചി അതിലുണ്ട് പൂത്തി വെച്ചു കുട്ടീനെ. എന്നിട്ട് എല്ലാരും ഭയങ്കര കരച്ചില്. കുട്ടീനെ കാണാനോ വേണ്ട. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ കൊലപാതകളാണ് ഇവര്, കൊലപാതകളായിട്ടുണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് കുട്ടീനെ എങ്ങനെ കിട്ടിയത്? കുട്ടീനെ ഒരു ഉമ്മ, ഒരു പടിഞ്ഞാക്കാരാണ്. എൻ്റെ മോളെവിടെ പിന്നെ തെരച്ചില്ല, എൻ്റെ പുറമേലെ ഫുള്ള് തെരയായിരുന്നു. അങ്ങനെയാണ് നോക്കുന്ന സമയത്തുണ്ട് എല്ലാവരും തരുന്ന എല്ലാവർക്കും മടുത്തു. ലാസ്റ്റ് നെല്ലിൻ്റെ അറയിൽ പോയി നോക്കുന്ന സമയത്താണ് നെല്ലിനെ കഴുത്തിൻ്റെ അറ്റം വരെ മൂടിയിട്ടിട്ട് കുട്ടീൻ്റെ വായി അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. കുട്ടി ഒരേ കരച്ചിലായിരുന്നു. ചെറിയ ചെറിയ കുസൃതികളാണ് ഇവർക്കും അതിന്റെ അത്താക്കൊക്കെ ഉള്ളത്. എന്താ ചെയ്യാന്ന് അറിയില്ല. ഇപ്പോഴും അതേ കുസൃതിയൊക്കെ ഉണ്ട് കേട്ടാ. തല്ലിയാത്ത തല്ലില്ല, ഞങ്ങള് പേടിച്ചിട്ട് പോയി.
ഇവര് നാട് വിടുന്ന കഥ പറഞ്ഞു കൊടുത്താലോ? വേണ്ട വേണ്ട അത് വേണ്ട, അത് പിന്നെ അടുത്തേല്. വല്ല നിങ്ങളെ സ്റ്റോറീസ് ആണ്, ഫുള്ള് നിങ്ങളെ സ്റ്റോറീസ് ആണ്. സ്റ്റോറീസ് ഒക്കെ ഒരുപാടുണ്ട്, നമുക്കത് പറയാന് ഈ തികയില്ലെന്നേ ഉള്ളൂ, അത്രയും സ്റ്റോറികളുണ്ട്. ഇല്ല അത് പറയാം, നാട് വിടുന്ന കഥ അല്ല കഥ, നാട് വിട്ട കഥ. പിന്നെ അടുത്ത സ്റ്റോറി അത്ത പറയുന്നതാണ്, എന്തോ കല്യാണ കഥ എന്നൊക്കെ പറയുന്നുണ്ട്. മണ്ടലല്ല, ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടാളുടെ ഫേസ് ഒരേമാതിരി ഇരിക്കും. ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് ഞങ്ങൾ രണ്ടാൾ തിരിച്ചറിയില്ല. ഹക്കീം അബ്ബാസ് പറഞ്ഞാൽ ആരും തിരിച്ചറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ കല്യാണ വീടുകളിൽ അവിടെ പരിസരത്ത് പരിചയക്കാരുടെ കല്യാണത്തിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട് ഭക്ഷണം കഴിക്കും. അതൊരു 10-40 കൊല്ലം മുമ്പുള്ള കഥയാണ്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കും. ഞാൻ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇവനെ പോവുക. അന്ന് ഭയങ്കര ഒരാൾക്കൊക്കെ ക്ഷണം ഉണ്ടാവുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ആൾ വന്നാൽ തടുക്കൂടാ, നീ എല്ലാവരും വന്നപ്പോൾ കഴിച്ചിട്ട് പോയത് മിച്ചർ കാര്യങ്ങൾ. അപ്പോൾ നീ എല്ലാവരും വന്നപ്പോൾ കഴിച്ചിട്ട് പോയത് ഇനി ഇതിനോട് വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തടഞ്ഞു വെക്കും. അങ്ങനെ ഞങ്ങളെ തിരിച്ചറിയാത്ത ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നന്നായി തിരിച്ചറിയും. ഞാൻ ക്ലാസ് കൊണ്ട് അയാൾ തിരികെ എന്നെയും കാണിക്കൊണ്ട് വണ്ണമുള്ളതുകൊണ്ട് എല്ലാം തിരിച്ചെല്ലാവരും അറിയും. ഇനി കഥകൾ കുറെ ഉണ്ട് കേട്ടോ. അയവർക്കിക്കോ അങ്ങോട്ട് നോക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തെങ്കിലും വേണം. ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിംഗ് സൈഡിൽ കൂടെ ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. ഇടയ്ക്ക് അപ്പുറയിലേക്ക് കച്ചവടത്തിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. പണ്ട് കച്ചവടക്കാരനായിരുന്നു. ബെർദുബൈയിൽ നിന്ന് ദേരാദുബൈയിലേക്ക് പോകണം. അന്ന് 50 ഫിൽസ് ആയിരുന്നു കേട്ടോ. 20 കൊല്ലം മുന്നേ എത്ര രൂപയായില്ലേ? അയവർക്കാണ് വന്നപ്പോ തൊട്ട് എന്റെ അപ്പുറം പറയുന്നുണ്ട്. എന്നിട്ട് ഡെയിലി അപ്പുറയ്ക്ക് വേണ്ടി നടക്കാൻ വരും. അബ്ബാസ് പർച്ചേസ് ചെയ്യാണ്. അബ്ബാസിന്റെ ദേര, അബ്ബാസിന്റെ അപ്പുറം ആ മൊത്തം ഒരു വാക്കുകൊണ്ട് മാത്രം 2 കൊല്ലം പിടിച്ചു തന്നാണ്. കൈഫൽ ഹാലക് അതല്ലേ എന്താ പറഞ്ഞത്? എല്ലാ കടയിലും എന്റെ ദുബൈയുടെ വിലകൾ നിങ്ങളുടെ ദുബായിയാ? നിങ്ങൾ പോകും 20-ാം തീയതി പോവല്ലേ? ഇങ്ങോട്ട് നോക്ക്. എന്താണ് ഫോട്ടോല്ല വീഡിയോ ആണ്. കണ്ണു മൊത്തം അറിയില്ല. ഇങ്ങനെ ഇടണം. അബ്ബാസ് വെറുതെ വാങ്ങി കഴിക്കുന്നു. അങ്ങനെ ഞാൻ അബ്ബാസിയുമായിട്ട് അവിടെ നട്ട്സിന്റെ കടയിൽ പോയിട്ട് കുറെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിച്ചു. ടെസ്റ്റ് ബേബിയാണ് ഞങ്ങള്. ടെസ്റ്റ് ബേബിയാ. 5 തരത്തിന്റെ സാധനം വാങ്ങാൻ നമ്മളിപ്പോ അവിടെ 50 തരത്തിന്റെ സാധനം ഞാനും അബ്ബാസിയും മുഫിയും കഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ എവിടെയെന്ന് അറിയില്ല. ഒരിടത്തും ഇവിടെ ഉണ്ടോ? എന്നാ അവിടെ ടെസ്റ്റിന് നമുക്ക് കയറാം. നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയിട്ട് വാങ്ങിയാൽ മതി. ശരിക്കും പൂച്ചനെ മധുരില്ലേ? ഒറിജിനൽ പൂച്ചനെ എനിക്ക് തൊടാൻ പേടിയാണ്. നമ്മള് തിരിച്ചെത്തിയിരിക്കണം. നമ്മള് റൂമിലെത്തി. കൊറേ നടന്നു, കൊറേ അബ്രയില് അയവർക്കി അബ്ബാസ, പിന്നെ ഒന്നുമില്ല, തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറ. അബ്ബാസ് പറ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ പറ. വീഡിയോ ഇഷ്ടപ്പെടുക ഞങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും തിരിച്ച് റൂമെത്തിയിരിക്കണം. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഓക്കെ ഗൈസ്, ബൈ ബൈ. ബൈ ബൈ പറ.